ചില നല്ല പ്രോഫോംസ് മെയിൽ അയക്കും. ഞങ്ങൾ ഇവിടെ ഓക്കെ. റൂൾസ് മാറ്റിയിട്ടുണ്ട്. അവർ ഡിസ്കോഡ് ചാനലിലോ മെയിലോ അയക്കും. ചില പ്രോഫോം ഹു വാണ്ട്സ് ടു ചീറ്റ് പീപ്പിൾ ദേ വോണ്ട് സേ. ഇതെനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. ഐ ക്യാൻ ടെൽ ദാറ്റ് അബൌട്ട് ഇറ്റ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ക്വിക്ക് മണി ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് എസ്കേപ്പ് ആവാൻ പറ്റില്ല. ഓൾ ദ പ്രോഫോംസ് ആർ എക്വിപ്ഡ് വിത്ത് ഗുഡ് ടെക്. അതായത് നമ്മൾ ഫണ്ടിങ് ഫേംസിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഫണ്ടഡ് ആയിട്ടുള്ള ട്രേഡർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും പാസിംഗ് സർവീസോ അല്ലെങ്കിൽ സിഗ്നൽസ് എടുത്തിട്ടൊന്നും ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഇന്ത്യൻ മാർക്കറ്റിന്റെ കംപ്ലീറ്റ് സിനാരിയോസ്, അതുപോലെ തന്നെ കാര്യങ്ങൾ, ട്രേഡിംഗ് സ്റ്റൈൽസ് എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഞാൻ ചെയ്യുന്നത് കൂടുതൽ ഓപ്ഷൻ ബൈയും ഓപ്ഷൻ സെല്ലിങ്ങും അങ്ങനെയാണ്. ബൈയും സെല്ലും ഞാൻ ചെയ്യും. പ്രോ ഫേംസിൽ ഒരുപാട് ഹിഡൻ റൂൾസുകൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. ചില ആളുകൾക്ക് പേ ഔട്ട് തരാറില്ല. അല്ലെ, ഇൻസ്റ്റയിൽ നോക്കിയാൽ ഒരുപാട് വീഡിയോസ് കാണാം. അതായത് പേ ഔട്ട് ഇങ്ങനെ തരുന്നില്ല, എനിക്ക് റിജക്റ്റ് ആയി, ഇന്ന റീസൺസ് കാരണം. ബ്രോക്ക് അങ്ങനെ പേഴ്സണലി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? സോ ആദ്യം പ്രോഫോംസിന് എല്ലാ പ്രോഫോമിനും ഡിഫറെന്റ് റൂൾസ് ഉണ്ടാവും. ഏതെങ്കിലും ഹിഡൻ റൂൾസ് ഉണ്ടാവും. ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് ഫേസ് ആയിട്ടുണ്ട്. ഓക്കെ, ചില പ്രോഫോം വെരി ട്രാൻസ്പെറന്റ്. ഞങ്ങൾക്ക് ഈ റൂൾ ഉണ്ടെന്ന് അവർ നേരെ അവരുടെ FAQ പേജിൽ നേരെ പച്ച എഴുത്തിൽ എല്ലാ സെക്ഷൻസും ഉണ്ടാവും. സോ നിങ്ങൾ ആസ് എ ട്രേഡർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് പോയി വായിക്കേണ്ടത്. അത് വായിച്ചിരിക്കണം. ഏത് ട്രേഡറായാലും അത് വായിച്ചിരിക്കണം. റെഗുലർ അപ്ഡേറ്റും വരും. ചിലപ്പോൾ അവർ മാറ്റി ചില നല്ല പ്രോഫോംസ് മെയിൽ അയക്കും. ഞങ്ങൾ ഇവിടെ റൂൾസ് മാറ്റിയിട്ടുണ്ട്. അവർ ഡിസ്കോഡ് ചാനലിലോ മെയിലോ അയക്കും. ചില പ്രോഫോം ഹു വാണ്ട്സ് ടു ചീറ്റ് പീപ്പിൾ ദേ വോണ്ട് സേ. ഇതെനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. ഐ ക്യാൻ tell that about it. So there is something called Profirm Match. It's a website where you can check all the profirms. അതിൽ ഡിസ്കൗണ്ട് കിട്ടും, ചില റിവ്യൂസ് വരും, നല്ല പെർഫോമാണ് മോശമാണ്. അവർ യൂഷ്വലി they put only licensed and who's doing good, നല്ലത് ചെയ്യണത്. സോ അതിൽ നോക്കി നിങ്ങൾ അക്കൗണ്ട്, റാങ്കിങ്സ് എല്ലാം ഡിസ്കൗണ്ട്സ്, ചാലഞ്ചിന്റെ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. നിങ്ങൾ അത് നോക്കുക. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പെർഫോമൻസിന്റെ കോയിൻസ് ഒക്കെ അല്ലെ, കോയിൻസ് ഗ്യാദർ ചെയ്തിട്ട് നമുക്ക് അല്ലെ അങ്ങനത്തെ ഇൻസൈഡ് ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട്. അത് ബെനിഫിഷ്യൽ ആയിരിക്കും. someone is buying lot of അത് ഹെൽപ്പ് ആവും. അത് എന്റെ പേഴ്സണലി they are not promoting me, they don't know, I have not. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന പ്രോഫേംസോ അല്ലെങ്കിൽ പ്രോഫേം മാച്ച് ഒന്നും അതിൽ ആരും സ്പോൺസറോ കാര്യങ്ങളൊന്നും എല്ലാവരുടെ ആദ്യം പറയാം. ഈ ഫണ്ടിങ് മിക്സ് ആയാലും ഗോട്ടായാലും ഒന്നും ആരും നമ്മളെ സ്പോൺസർ ചെയ്തിട്ടില്ല. നമ്മൾ പേഴ്സണലി യൂസ് ചെയ്തതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഞാൻ പറയുന്നത്. സോ പ്രോഫേം വെച്ച് നോക്കുക, എന്നിട്ട് അതിൽ ഇല്ലെങ്കിൽ റീച്ച് ഔട്ട് ടു പീപ്പിൾ ഹു ഹാവ് ഡൺ ട്രേഡഡ്. ലൈക്ക് ഇപ്പോൾ ഞാൻ ഫണ്ടിങ് യൂസ് ചെയ്യണമെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ അത് കുറച്ച് എഫേർട്ട് ഇടണം, പക്ഷെ try to do that. Okay, now coming to the like someone not cheating part, scamming. There was this platform called Funded Elite. Okay, അത് എന്റെ തെറ്റായിരുന്നു. I didn't do my research. ഞാൻ റാൻഡം ആയിട്ട് അവർ ഓഫർ ഇട്ടു, ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചു, ട്രേഡ് ചെയ്തു. ലൈവ് അക്കൗണ്ടിൽ ഞാൻ $14,000 ഓവറോൾ ഉണ്ടാക്കി. എന്നിട്ട് അവർ ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞു, അവരുടെ ഒരു എവിടെയും ഇല്ലാത്ത റൂൾ എന്ന് പറഞ്ഞു, യു ഹാവ് ടു ഹോൾഡ് ഇത് ഇറ്റ്സ് ലൈക്ക് എ വെരി വിയർഡ് റൂൾ. ഓക്കെ, ഞാൻ ഒരു ലോട്ട് സൈസ് 4 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 ലോട്ട് ഞാൻ 2 ലോട്ട്സ് എടുത്തു. ഓക്കെ, അവർ പറഞ്ഞു യു ഹാവ് ടു യൂസ് സെയിം ലോട്ട് സൈസ് കൺസിസ്റ്റന്റ്ലി, ദെൻ ഓൺലി വിൽ ഗിവ് പേ. എന്റെ അത് റീസെറ്റ് ചെയ്തു, എന്റെ പ്രോഫിറ്റ്സ് സീറോ ആക്കി. ലൈക്ക് എനിക്ക് ആദ്യം $4,000 ആദ്യം സീറോ ആക്കി. പിന്നെ എനിക്ക് ഓക്കെ എന്തായാലും ലൈവ് എത്തി, നമ്മൾ പൈസ എടുക്കണ്ട. പിന്നെ ഞാൻ ട്രേഡ് ചെയ്തു, കൺസിസ്റ്റന്റ് 4 എടുത്തു, ഓൾമോസ്റ്റ് 6,000 ഉണ്ടാക്കി, പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു യു ഡിഡ്ന്റ് ഹോൾഡ് ദ ട്രേഡ്. ഓക്കെ, ഞാൻ 3 ട്രേഡ് അടുത്ത റൂൾ അല്ല ഇതൊക്കെ. അവര് ഒവരിക്ക് പ്രാവശ്യം ഇങ്ങനെ അയക്കണ്ടു, പക്ഷെ അവര് FAQ കൊണ്ട് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എല്ലാ റൂൾസും. അവരുടെ പേജിലുണ്ട്, പക്ഷെ ഇത് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല. അത് ലിങ്കിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. സോ ഈ റൂൾ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ 4 ലോട്ടിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞു, 4 ലോട്ടിൽ 2 മണിക്കൂർ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. സോ 2 മണിക്കൂർ നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ദിസ് വാസ് ലൈക്ക് വെരി ബാഡ്. ദാറ്റ് ഇസ് ലൈക്ക് എന്റെ സ്ട്രാറ്റജി പടി ഇതൊന്നും അക്സെപ്റ്റബിൾ ഒന്നുമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ പല്ലടിച്ച് ഓക്കെ എന്തായാലും ലൈവ് എത്തി, ഞാൻ വേറെ അക്കൗണ്ട് ഞാൻ നിർത്തി, അക്കൗണ്ട് ഈ നിർത്തി. പിന്നെ ഞാൻ ഒരു 4,000 ഉണ്ടാക്കി പേ ഔട്ട് ഇട്ടു. എല്ലാം പക്കാവ ഞാൻ പഠിച്ചു, എല്ലാ റൂൾസും ഞാൻ സെറ്റ് ചെയ്ത് ഇട്ടിട്ട് അവർ മെസ്സേജ് അയക്കുന്നു, യു ഹാവ് യൂസ്ഡ് VPN, സോ വി വോണ്ട് ബി ഏബിൾ ടു പ്രോസസ് യു. ഐ വാസ് ലൈക്ക് ഗിവ് മീ പ്രൂഫ്. അവര് നോ വി കാൻ ഡു ഇറ്റ്, ദേ ക്ലോസ് മൈ അക്കൗണ്ട്. സോ
ഇങ്ങനത്തെ പ്രോഫോം വന്ന് ദേ ഡോണ്ട് വാണ്ട് ടു പേ. ഐ വേസ്റ്റഡ് മൈ 1.5 അതായത് months. നമ്മൾ ഏകദേശം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ടൈം around ഒരു ഇൻവെസ്റ്റ് അല്ലെ ചെയ്തു, പൈസ ഇൻവെസ്റ്റ് ചെയ്തു. 10K നമ്മൾ പേ ഔട്ടിനടുത്ത് എത്തിച്ചു. 14K, like 14K was the total payout. അതായത് 14K. അപ്പൊ അത് എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ നല്ല ബൂസ്റ്റ് ആയിരിക്കും. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എന്റെ മണ്ടത്തരമായിരുന്നു. ഐ ഡിഡ്ന്റ് ഡു മൈ റിസർച്ച്, ഐ ഡിഡ്ന്റ് റീച്ച് ടു എനിവൺ ഹൂസ് ട്രേഡിംഗ് ദാറ്റ് പ്രോഫോം. അത് കാരണം അത് എന്റെ അപ്പൊ പുതുതായിട്ട് എടുക്കണ ഒരാള് ഇതൊക്കെ ചെയ്യുക അത്ര വായിക്കാം. ബിക്കോസ് ഇത് എനിക്കിപ്പോ ട്രേഡിംഗ് SL-അടിച്ചിനെക്കാട്ടിലും ഇത് അതിനെക്കാട്ടിലും പ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അത്രയും എഫേർട്ട് ഇട്ട് എല്ലാം സെറ്റാക്കി ലൈവില് വരുമാർ തരുന്നു. പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു, ഒരു പ്രോഫോമും ഞാൻ ഒരു പേഴ്സണലി ഞാൻ റിസർച്ച് ചെയ്യാണ്ട് ഞാൻ എടുക്കില്ല. യു ആർ റെസ്പോൺസിബിൾ ഫോർ വാട്ട് യു ആർ ഡൂയിങ്. സോ ഞാൻ നേരെ നോക്കിയില്ല, എന്റെ തെറ്റല്ലേ. ദേ ആർ ദെയർ ടു സ്കാം പീപ്പിൾ. അങ്ങനെയും പ്രോഫോംസ് ആൾക്കാരുണ്ട്. സോ പിന്നെ ഹെവി ഡിസ്കൗണ്ട് കൊടുക്കും. അത് ഒരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. someone gives you very very heavy discount, think like 3-4 times before taking them, like unless you check ചെയ്തെടുക്കുന്നതാ നല്ലത്. അപ്പൊ അവർക്ക് ലാഭമാണ്. ഒരു 100 പേര് അതില് $300 വാങ്ങിച്ചിട്ടുണ്ടാവും. അവര് പൈസ ഉണ്ടാക്കി ക്ലോസ് ആക്കിയിട്ട് പോകും. ചുമ്മാ അവർക്ക് പ്രൊമോഷൻ പേജ് റൺ ചെയ്താൽ മതി. മാർക്കറ്റില് ഒരുപാട് ഇങ്ങനെ കാണുന്ന ഒരു കാര്യമാണ് അക്കൗണ്ട് പാസിങ്. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഫണ്ടഡ് അക്കൗണ്ട് ഞങ്ങൾ പാസ് ചെയ്ത് തരാം, ഇത്ര $1 വന്നു കഴിഞ്ഞാൽ ചെയ്തു തരാം, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ട്രേഡിങ്ങിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന അത്ര നല്ലൊരു കാര്യമാണോ? സത്യം ബ്രോഡ് അഭിപ്രായം പറയണം. സത്യം പറഞ്ഞാൽ അത് ഏറ്റവും മോശമായിട്ട് കാര്യമാണ്. ലൈക്ക് നമ്മൾ ട്രേഡിങ് എന്തിനാ ചെയ്യുന്നത്? ടു ലേൺ സംതിങ്, ടു മേക്ക് യുവർ സെൽഫ് ബെറ്റർ. ദ ഹോൾ പർപ്പസ് ഇസ് ദാറ്റ്. സോ ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ക്വിക്ക് മണി ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് എസ്കേപ്പ് ആകാൻ പറ്റില്ല. ഓൾ ദ പ്രോഫോംസ് ആർ എക്വിപ്ഡ് വിത്ത് ഗുഡ് ടെക്. Okay, they will monitor, they will verify each and everything when you request a payout. Each and everything in the sense, they will verify you are trading from this device, they will verify you are trading from where, they will verify trading similar to trades placed at that time. That means വേറെ അക്കൗണ്ടിൽ നിന്ന് ആ സിമിലർ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടോ, ആ അക്കൗണ്ടും നിങ്ങൾക്ക് അക്കൗണ്ട് റിലേഷൻ ഉണ്ടോ, എല്ലാവരും വെരിഫൈ ചെയ്തിട്ട് മാത്രമേ they will have a system behind. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. They will have a system behind before approving the payout. So whenever you request a payout, there is a timeline. അത് അവർക്ക് വെറുതെ വേസ്റ്റ് ആക്കാനല്ല. That is where they will have a risk, like they will have a system. So ഇപ്പൊ എനിക്ക് വന്ന് ഓൾമോസ്റ്റ് 1 day പ്രോസസ് ഉണ്ട് ചില കമ്പനി, because I am being a trustable trader for them. Because I have പണ്ടൊക്കെ 3 days ആയിരുന്നു. ഇപ്പൊ എനിക്കൊക്കെ 1 day ചിലപ്പോൾ ദാറ്റ്സ് ബിക്കോസ് ഐ ഹവ് മേഡ് ദ റിലേഷൻഷിപ്പ് പ്രിറ്റി ഗുഡ്. ഹി ഈസ് ലൈക്ക്, ഓക്കെ, ദിസ് ഗൈ ഈസ് ഗുഡ്, ഹി ഈസ് ഡൂയിങ് ഗുഡ് വിത്ത് us, he is making money for us. The whole point for the platform also, we have to make money for them. അവർ വെറുതെ നമ്മൾക്ക് അവരുടെ പൈസ തരികയല്ല. they are giving simulated account first. Once you prove in them, they will move your trades to live market. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ പ്രോഫോംസിൽ ആദ്യം കിട്ടുന്ന റിയൽ എമൗണ്ട് അല്ല. അതൊന്ന് ക്ലിയർ ചെയ്ത് പറയണം. അത് ഇറ്റ്സ് നോട്ട് റിയൽ ഫണ്ട്. അത് വന്ന് കംപ്ലീറ്റ്ലി ഒരു സിമുലേറ്റഡ് എൻവയറൺമെന്റ് ആണ്. that trades won't be placed in live market. Okay, സോ അതാണ് മെയിൻ തിങ്. ഓക്കെ, അത് അവര് നിന്റെ ട്രേഡ്സ് യു ആർ ഡൂയിങ്, ബേസിക്കലി ദേ ആർ അസസിങ് യു വെദർ യു ആർ ഗുഡ് ഓർ നോട്ട്. ദേ ക്യാൻ ടെർമിനേറ്റ് യു തിങ്കിങ് ദാറ്റ് യു ആർ ഡൂയിങ് ടു മച്ച് അഗ്രസീവ് ട്രേഡിംഗ്. ദേ ക്യാൻ ടെർമിനേറ്റ് യു ഇമീഡിയറ്റ്ലി ആൻഡ് ദേ ക്യാൻ ബാൻ യു ഫ്രം പ്ലാറ്റ്ഫോം. ഇത് നന്നായി മനസ്സിലാക്കിക്കോ. നൗ കമ്മിങ് ബാക്ക് ടു ദ പാസിംഗ് സർവീസസ്, ഞാൻ പേഴ്സണലി ഒരിക്കലും അത് ചെയ്യില്ല. ഞാൻ പാസിംഗ് സർവീസസ് എപ്പോഴും ചെയ്യില്ല. ബിക്കോസ് ദീസ് ആർ ദ റീസൺ. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ടു ഗിവ് ഫാൾസ് ഹോപ്പ് ടു പീപ്പിൾ ദാറ്റ് ഇതൊരു ക്വിക്ക് സ്കീമാണ്. അങ്ങനെയല്ല. അഥവാ നിങ്ങൾക്ക് പെട്ടെന്ന് ലൈവ് എത്തണമെങ്കിൽ ദർ ആർ പ്ലാറ്റ്ഫോംസ് വിച്ച് വിൽ ഗിവ് യു ഇൻസ്റ്റന്റ് ഫണ്ടിങ്. ഇൻസ്റ്റന്റ് ഫണ്ടിങ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചാലഞ്ച് ഫേസ് പോകണ്ട. പക്ഷെ ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. എക്സ്പെൻസീവ് ആയാൽ അതിനും തകുന്ന പോലെ റൂൾസ് ഉണ്ടാവും. ഇപ്പോൾ ലെവറേജ് വന്ന് കുറവായിരിക്കും. ലെവറേജ് പറഞ്ഞാൽ നിങ്ങൾക്ക് $10,000 അക്കൗണ്ടിൽ 1 lot എടുക്കാൻ പറ്റും. ഗോൾഡ് നോട്ട് 1 lot, 0.5 എടുക്കാൻ പറ്റും മാക്സിമം. അതായത് നമുക്ക് ഒരു എക്സ്ട്രാ കുറച്ച് പൈസ ബ്രോക്കർ കടം തരുന്ന പോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടും. പക്ഷെ അതിന് എല്ലാം കുറച്ച് കമ്മിയായിരിക്കും. ഇറ്റ് വോണ്ട് ബി സെയിം ആസ് റൂൾസ് ടൈറ്റ് ആയിരിക്കും. അതിന്റെ പവർ കുറച്ച് കുറവായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അക്കൗണ്ട് പാസിംഗ് പോകണമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഹിയർ, ഗോ ഫോർ ലൈഫ്. നമ്മൾ വെറുതെ നിങ്ങൾ പൈസ കെട്ടിട്ട് പിന്നെ അക്കൗണ്ട് ബാൻ ആക്കി ഒരിക്കൽ പ്രോഫം ബാൻ ആക്കി they won't take you back. The entire system is based on trust. If you are someone who's ready to skip and make money, then you are not at all a good person. Like technically you are trading, you are failing is what I feel. So അത് ഒരു പ്രശ്നമാണ്. നമ്മൾ അല്ലെ ആ കാര്യങ്ങളെല്ലാം പഠിക്കണം, എന്നിട്ടല്ലേ വന്നിട്ട് കാര്യമുള്ളൂ. എത്ര കാലമുള്ള സർവീസ് അതും ശരിയാണ്. ഇപ്പൊ നീ പാസ്സായി അവർക്ക് പൈസ പോയിട്ട് നീ ബാൻ ആവും, അത്രേ. സോ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. അത് ഞാൻ പ്രൊമോട്ടും ചെയ്യില്ല. നൗ
കമ്മിങ് ടു ദ സിഗ്നൽസ് ലൈക്ക് സിഗ്നൽസ് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ സിഗ്നൽസ് കൊടുക്കുന്നത് പറഞ്ഞാൽ ചില ഗ്രൂപ്പ്സ് ഉണ്ട്, ദേ പെയ്ഡ് സിഗ്നൽസ് ആൻഡ് ദേ വിൽ സെൻഡ് യു സിഗ്നൽസ്. അഗൈൻ പ്രോഫോമിൽ ഇത് വർക്കൗട്ട് ആവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നീ സിഗ്നൽ ഇട്ടു, 10 പേര് ഈ ട്രേഡ് എടുത്ത് സെയിം ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ് സെയിം ആയി വെക്കും. കറക്റ്റ്. ആ സിസ്റ്റം അവർ ഡിറ്റക്ട് ആവും. ഈ സമയത്ത് സെയിം ട്രേഡ് എങ്ങനെ ഇത്ര 10 ഫണ്ട് അക്കൗണ്ടിൽ മൾട്ടിപ്പിൾ ആയിട്ട് വേൾഡിൽ ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ 1000 പേരുണ്ടെന്ന് വെച്ചോ. ഓക്കെ, 1000 പേര് സെയിം ട്രേഡ് എടുത്തു എന്ന് വെച്ചോ. They will definitely the system will flag it. Technically this will flag it. 1000 പേര് എങ്ങനെ ഒരേ സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ് വെക്കാം? ലൈക്ക് പറ്റത്തില്ല. പ്രോബിലിറ്റി ഉണ്ട്, പക്ഷെ ഹൗ ക്യാൻ ഇറ്റ് ബി കൺസിസ്റ്റന്റ്? ഒരിക്കൽ 2 വർഷം 3 വർഷം then they will call you for risk assessment. Some firm will call you for risk assessment വെച്ചാ they will have you a one-on-one call. They will ask you questions like അതിൽ നീ ഒന്ന് എന്തുകൊണ്ട് ട്രേഡ് എടുത്തു. എനിക്ക് പണ്ട് ഉണ്ടായിരുന്നു ഇത്, ബിക്കോസ് ഓഫ് നോട്ട് ദിസ്, ബിക്കോസ് ഐ വാസ് ഷോയിങ് കൺസിസ്റ്റന്റ് ദിസ്, ദേ വാണ്ട് ടു മേക്ക് ഷുവർ ഐ ആം ദ ട്രേഡർ ഹൂസ് ട്രേഡിംഗ് ഓൾ ദിസ്. ഓക്കെ, സോ അപ്പോൾ അവരെന്ത് ചോദിച്ചെന്ന് വെച്ചാൽ ദേ വിൽ ജസ്റ്റ് മേക്ക് ഷുവർ വിച്ച് പേഴ്സ് ആർ യു ട്രേഡിംഗ്, ഏത് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്, എവിടെയാ താമസിക്കുന്നത്, ലൈക്ക് വിച്ച് ഏരിയ ആർ യു ലൊക്കേറ്റഡ്. ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ നീ തെറ്റായി പറഞ്ഞ പിന്നെ ട്രേഡ്സ് എടുത്ത് പഴയ ട്രേഡ്സ് എടുത്ത് കാണിക്കും, എന്തുകൊണ്ട് ഈ ട്രേഡ് എടുത്ത്, വൈ ഡിഡ് യു എക്സിറ്റ്, അതൊക്കെ അവർ ചോദിക്കും. അതിൽ നമ്മൾ ഒന്ന് തെറ്റായിട്ട് അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ദേ വിൽ ടേക്ക് എ ഡിസിഷൻ ടു നോ ലൈക്ക് ഹാവ് യു, ഇഫ് ദേ ആർ നോട്ട് കൺവിൻസ്ഡ് തരത്തില്ല, ഓർ ദേ ക്യാൻ ബാൻ യു ഫ്രം ദ അക്കൗണ്ട്. ഒരിക്കൽ ബാൻ ആയ ദേ വിൽ നോട്ട് ടേക്ക് യു ബാക്ക്. സോ ഇങ്ങനത്തെ ഒന്നും ചെയ്യരുത്. അതായത് നമ്മൾ ഫണ്ടിങ് ഫേംസിനെ അപ്രോച്ച് ചെയ്യുന്നാല് ഒരു ഫണ്ടഡ് ആയിട്ടുള്ള ട്രേഡർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും പാസിംഗ് സർവീസോ അല്ലെങ്കിൽ സിഗ്നൽസ് എടുത്തിട്ടൊന്നും ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ പഠിക്കുക, നന്നായി പഠിക്കുക. ലൈക്ക് യു മാർക്കറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഒരു ബെസ്റ്റ് ട്രേഡർ ആവാനല്ലേ, അല്ലാതെ നമ്മൾ പൈസ ഉണ്ടാക്കുന്ന സ്ഥലമല്ല ട്രേഡിങ്. ലൈക്ക് ഉണ്ടാക്കാം, പക്ഷെ അഗൈൻ എത്ര എപ്പോഴും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം ഉണ്ടാക്കാം, 2 ദിവസം ഉണ്ടാക്കാം, 3 ദിവസം ഉണ്ടാക്കാം, 5-ാം ദിവസം എല്ലാം കൂടി പോവുകയും ചെയ്യും. അതാണ് നടക്കണം. പിന്നെ നമുക്ക് ചോദിക്കാനുള്ള എന്താ വെച്ചെങ്കിൽ, ഇപ്പോൾ ഒരു ഫണ്ടിങ് ഫേംസ് ഇപ്പോൾ ഒരുപാട് ഫേംസുകളുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കുറച്ച് ഫേംസിനൊന്ന്, അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ബെസ്റ്റ് ഫണ്ടഡ് ഫേംസ് ഏതൊക്കെയാ, എങ്ങനെയാ, ഒരു ജസ്റ്റ് കുറച്ച് നല്ല ഫേംസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ബെറ്റർ ആയി. സോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇപ്പോൾ കുറെ, അതായത് പേ ഔട്ട്സ് തരുന്ന CFD ഫേംസ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഇടയ്ക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഫ്യൂച്ചേഴ്സ് ലൈക്ക് ബിക്കോസ് എനിക്ക് ഐ വാസ് ഡൂയിങ് ഗുഡ്. നമ്മൾ CFD ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. അതിൽ CFD ആണ് നമ്മൾ പറയുന്നത്, ഫ്യൂച്ചർ നമ്മൾ പറഞ്ഞിട്ടില്ല. മീൻസ് ഫോറക്സ് പെയർസും. ഞാൻ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാറില്ല. ക്രിപ്റ്റോസ് നോട്ട് സംതിങ് മൈ കപ്പ് ഓഫ് ടീ. ചില പേർക്ക് സെറ്റ് ആവും, ടോട്ടലി അപ് ടു ദം. ഞാൻ എന്തുകൊണ്ട് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാൻ പറഞ്ഞ, പ്രോഫോംസ് ഹാസ് ലെസർ ലെവറേജ് ഓൺ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം. സോ എനിക്ക് നല്ല ലെവറേജ് കിട്ടുന്നതാണ്. ഞാൻ 1:10 ആണ്, വിച്ച് ഇസ് വെരി ലോ. വെയർസ് കറൻസി വിൽ ഗെറ്റ് 1:100. സോ കറൻസിയാണ്. നൗ കമ്മിങ് ടു മൈ പേഴ്സണൽ ഫേവറേറ്റ്, ഫസ്റ്റ് ഇൻ CFD ഫണ്ടിങ് പിപ്സ് ഇസ് ദ ഫസ്റ്റ് ഫേവറേറ്റ്. സെക്കൻഡ് ഫേവറേറ്റ് വാസ് ഗോട്ട്. പക്ഷെ അവരിപ്പോൾ ചില റൂൾസ് ഒക്കെ ചെയ്ത് തരണം. ഐ എം നോട്ട് ട്രേഡിംഗ് വിത്ത് ഗോട്ട്. Third, I would recommend these new people who have come in, Blueberry, Titan, and Titan. Blueberry I heard is doing good. ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബിക്കോസ് they are doing very good is what I've heard. കുറെ പേര് ലൈക്ക് they are ഷോ പേ ഔട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ ഐ വുഡ് റെക്കമെൻഡ് ദം. ദെൻ മേവൻ, അത് ഞാൻ റീസെന്റ് നോക്കി വന്നതാണ്. അത് കുറെ ദിവസം മാർക്കറ്റിലുണ്ട്. ദെൻ മേവൻ, ഈ 5 പ്രോഫും ആദ്യം ഫിഗർ ഔട്ട് ചെയ്യണം. ഇതിൽ എപ്പോഴും ചിലതിൽ എപ്പോഴെങ്കിലും ഡിസ്കൗണ്ട് മാറി എടുത്ത് യു പ്രാക്ടീസ് എവറി ഡേ. ലൈക്ക് പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ള എന്താ വെച്ചെങ്കിൽ, ബേസിക് ആയിട്ട് ഇപ്പൊ ഒരു ബിഗിനർ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വന്നു, ഒരു ബിഗിനർ ആണ്, പ്രോഫോംസിനെ അപ്രോച്ച് ചെയ്ത് ഫണ്ടഡ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ്, പൈസ ഇല്ല, ബേസിക്കലി പൈസ കുറവാണ്, ഫണ്ടഡ് ആവണം എന്ന് ആഗ്രഹമുണ്ട്, പ്രോഫോംസ് വഴിയാണ് ഫണ്ടഡ് ആവേണ്ടത്, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അവർക്ക് എങ്ങനെ ഒന്ന് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം? 5K അക്കൗണ്ട്സ്, 10K ഉണ്ട്, ഏത് സ്റ്റെപ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം? ലീസ്റ്റ് 5K. അതിന് മിനിമം $20 $15 ആവും. അതായത് 1500-2000 രൂപ. ആദ്യം ഇത് നിങ്ങൾ ഈ ഫണ്ട് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില പ്രോഫോം ഗിവ് അവേസ് എവറി മന്ത്. അത് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഗുഡ്. ഗോട്ടിൽ ഇന്നലെ $1 നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം. ഫ്യൂച്ചേഴ്സിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷെ വി വോണ്ട് ബി ട്രേഡിംഗ് ഫോറക്സ് പെയർസ്. വി വിൽ ട്രേഡ് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സെഗ്മെന്റ് ആണ്. പക്ഷെ അതിൽ ഞാൻ ഗോൾഡ് ആണ് നോക്കണത്. ഗോൾഡ് സെയിം, ലൈക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. സോ പക്ഷെ ചില പേര് നാസ്ഡാക്ക്, US30 അതൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ ആണ് ഗോൾഡ്. ലൈക്ക് ഗോൾഡ് ഐ ട്രേഡ് GBP USD ഓർ GBP JPY. ഇത് 3 ആണ് ഞാൻ മെയിൻലി നോക്കുക. സോറി, ഇത് ഞാൻ മിസ് ചെയ്തു.
someone who's starting, pairs അവര് ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ അതിലോട്ട് വരാം. അതായത് ഞാനിപ്പോ ഫ്രഷ് ആയിട്ട് ഒരാൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ ബേസിക്കലി നമ്മള് ഒരുപാട് പേഴ്സ് ഉണ്ടല്ലോ, കുറെ ഉണ്ട്, ഒരുപാട് ഹെൽ ഔട്ട് ഓഫ് പേഴ്സ് ഉണ്ട്, ക്രിപ്റ്റോസിലൊക്കെ ട്രേഡ് പല ആൾക്കാരുണ്ട്. നമ്മൾ ബേസിക്കലി എന്തൊക്കെ പേഴ്സ് നോക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഫോറക്സിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? പേഴ്സിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില പേർക്ക് ചില ട്രേഡിംഗ് സ്റ്റൈൽ ഞാൻ സൂട്ട് ആകും പറഞ്ഞു. ഗോൾഡ് വല്ലാത്ത വോൾട്ടൈൽ ആണ്, സ്വിംഗ് ട്രേഡ്സ് ആർ ഗുഡ്, പക്ഷെ നിങ്ങൾക്ക് നല്ല എൻട്രീസ് കിട്ടണം. പേഴ്സ് ആർ റിലേറ്റീവ്ലി ഒരു ട്രെൻഡ് പിടിച്ചു കഴിഞ്ഞാൽ അത് പോയിക്കൊണ്ടിരിക്കും. സ്വിംഗ് ചെയ്യാനായിട്ട് പേഴ്സ്, അതായത് യൂറോ USD GBP യൂറോ USDയിലും വോൾട്ടൈലിറ്റി ഉണ്ട്, പക്ഷെ മോർ ഓർ ലെസ് ഈസി. ഗോൾഡിനെ പോലെ അത്ര പുഷ് ഉണ്ടാവില്ല. സോ നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫ് സ്റ്റൈൽ പോലെ ഉണ്ടാവും, ട്രേഡിംഗ് ബിഹേവിയർ പോലെ ഉണ്ടാവും. എൻ്റെ പേഴ്സണൽ ഗോൾഡ്, ബിക്കോസ് ഗോൾഡ് ഇസ് മോർ അഗ്രസീവ്, ലൈക്ക് ഐ ഹാഡ് സിമിലർ ലൈക്ക് ട്രേഡിംഗ് സ്റ്റൈൽ ബിഫോർ. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ സ്ലോ ഡൗൺ ആയിട്ടുണ്ട്, ബിക്കോസ് മൈ എൻട്രീസ് ആർ മോർ പ്രിസൈസ് നോ. സോ അത് കാരണം ഗോൾഡ് വർക്കൗട്ട് ഉണ്ട്. പേഴ്സ് അഗെയിൻ കുറേ പേഴ്സ് ഉണ്ട്, പക്ഷെ ചൂസ് ചെയ്യുമ്പോൾ പ്രോഫോംസിൽ ഒരു പ്രശ്നമുണ്ട്, ഇത് ആരും പറയാറില്ല. ദർ ആർ പേഴ്സ് കോൾഡ് എക്സോട്ടിക് പേഴ്സ്, അതിൻ്റെ സ്പ്രെഡ് ഇസ് ടു ഹൈ. നിങ്ങൾ അത് ചൂസ് ചെയ്യുമ്പോൾ നോക്കി ട്രേഡ് ചെയ്യണം, ബിക്കോസ് വെനവർ യു പ്ലേസ് എ ട്രേഡ്, സ്പ്രെഡ് സ്റ്റാർട്ടിങ് തന്നെ 50-60 പിപ്സ് ആയിരിക്കും, $60 നഷ്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യണം. വേറെസ് യൂറോ USD GBP USD വെരി ലെസ് സ്പ്രെഡ്. സോ ദിസ് ഇസ് വെയർ യുവർ നോളജ് വിൽ കം ഇൻ. സോ ഒരു പേർ എന്നെ ചോദിച്ചാൽ ഒരാൾക്ക് ഒരു പേർ മതി. ഹി ഹാസ് ടു ലുക്ക് അറ്റ് ദാറ്റ് പെയർ എവറി സിംഗിൾ ഡേ. ഹി വിൽ ഫിഗർ ഔട്ട് സംതിങ്. എനിക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഐ ക്യാൻ മേക്ക് മണി ഹിയർ. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് വരും. നിങ്ങൾ ആർക്കും ഒരു മാസം ഒരു പേരിന് ദിവസം, like if you can watch it, mastering alle, yeah, you make the movement, seeing it every day, you can figure out at some point ഇവിടെ ഞാൻ ബൈ ഓർ സെൽ ഞാൻ എടുക്കാം, നിന്റെ പ്രോബിലിറ്റി ജാസ്തി ആയിരിക്കും. That's all it requires. നമ്മള് അപ്പൊ ബ്രോ പറഞ്ഞു തരുന്നത് ഒരുപാട് ഇതിൽ കയറി, അതായത് പേഴ്സിൽ പോയി ട്രേഡ് ചെയ്യാൻ നോക്കാതെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് പേഴ്സ് നോക്കുക. വൺ ഇസ് കോൺസെൻട്രേറ്റ് ഓൺ, വൺ ഇസ് ഗോഡ് ലെവൽ, ടു ഇസ് ലൈക്ക് ഗുഡ്. ഇതിൽ എൻട്രി കിട്ടില്ലെങ്കിൽ അതിൽ നോക്കാം, പക്ഷെ അതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റ് ആവും. യു കോംപ്ലിക്കേറ്റ് യുവർ സെൽഫ്. ഇതിൽ കിട്ടിയ എൻട്രി, ഞാൻ ഇതിൽ പ്ലേസ് ചെയ്ത് അതിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ ജമ്പ് ചെയ്യാൻ തോന്നും. സോ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. സോ ജസ്റ്റ് സ്റ്റിക്ക് ടു വൺ. അത് നിങ്ങൾക്ക് എവിടെ എൻട്രി സെറ്റ് ആവണോ, ഗോ ഫോർ ഇറ്റ്. അപ്പോ അടുത്ത ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇനി എന്താ ഗോള്? ഇനി പ്രോഫേംസിൽ എന്താണ് ഇനി എന്റെ ഗോൾ വന്ന് പ്രോഫേം ടു ടേക്ക് കൺസിസ്റ്റന്റ് പീരിയഡ്. നൗ ഐ ഫീൽ ഐ എം ലിറ്റിൽ ബെറ്റർ ട്രേഡർ. ഇനി ഞാൻ കുറച്ച് ഇഷ്യൂസ് എനിക്കുണ്ട്. ഐ എം നോട്ട് എ പെർഫെക്റ്റ് ട്രേഡർ അഗൈൻ. ഞാനും കുറെ മിസ്റ്റേക്സ് ചെയ്തു. ഐ മിസ്ഡ് ലോട്ട്. എല്ലാ ട്രേഡർക്കും ലോസും വരും. സോ അത് കുറച്ചും കൂടെ ഞാൻ ഫിക്സ് ചെയ്യണം. ഐ എം ലുക്കിംഗ് അറ്റ് helping more people. So that's like currently one-on-one mentorship ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. I want to help them, few traders, to reach like at least a good financial freedom. So second, probably again increase my allocation to 2 million or 3 million. Right now I'm back to 500,000 allocation. I made few mistakes on the way. Then third, probably futures trade ചെയ്യണം. ഞാൻ ഫ്യൂച്ചേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടോപ്പ് സ്റ്റെപ്പ് ഐ ഹാവ് ടേക്കൻ പേ ഔട്ട്സ് ഫ്രം ടോപ്പ് സ്റ്റെപ്പ്. പക്ഷെ അതർ ഫ്യൂച്ചേഴ്സ് ഞാൻ പോയിട്ടില്ല. അതർ ഫ്യൂച്ചേഴ്സ് ഞാൻ നോക്കാൻ തുടങ്ങുന്നുണ്ട്. അത് നോക്കണം. ഇതായിരുന്നു എൻ്റെ 3 പ്രൈമറി ഗോൾ റൈറ്റ് നൗ. ഇതിന് പോയിട്ട് ലൈക്ക് കണ്ടിന്യൂ ട്രേഡിംഗ് ഫോർ ലൈക്ക് ഹാവ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഇതാണ് മെയിൻ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു 2-3 മില്യൺ 2-3 മില്യൺ ഉണ്ടെങ്കിൽ ലൈക്ക് ആവശ്യമില്ല. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ എനിക്ക് ക്യാരി ഫോർവേഡ് ആയതിന് ഐ എം ഗുഡ് വിത്ത് ഇറ്റ്. പക്ഷേ അഗൈൻ വി ആർ ഹ്യൂമൻസ്, റൈറ്റ്? വി ഹാവ് ടു ഇവോൾവ്. വൺസ് യു റീച്ച് എ സർട്ടൻ തിങ് യു ഹാവ് ടു പുഷ് ഫോർ ദ നെക്സ്റ്റ്. ഇത് അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ലൈക്ക് അത് ഒരാളുടെ തനിപ്പെട്ട ലൈക്ക് ഓരോരുത്തർക്കും ഓരോ ഗോളുകളല്ലേ. സോ വിഷ്ണു പറയില്ലേ, വിഷ്ണു പറ, ഹൗ മച്ച് വുഡ് യു റിക്വയർ ആസ് എ ഫണ്ടിങ് ഇൻ ടോട്ടൽ ക്യാപിറ്റൽ മന്ത്ലി? അങ്ങനെ മന്ത്ലി അങ്ങനെയുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ പ്രോഫേംസിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റോക്കിലും കാര്യങ്ങളിലൊക്കെ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും, പിന്നെ ഞാൻ ട്രേഡ്സ് കാര്യങ്ങളെല്ലാം ഡെയിലി ചെയ്യുന്നുണ്ട്. ഒരു 40-50% ഒക്കെ എനിക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതായത് പെർ ഇയർ എത്രയാണോ എൻ്റെ ക്യാപിറ്റൽ, അതിൻ്റെ 40-50% എനിക്ക് മോശമില്ലാത്തൊരു റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ബൈ ഇൻവെസ്റ്റിംഗ് ആൻഡ് ട്രേഡിങ്. പ്രോഫേംസിൽ വരികയാണെങ്കിൽ ഞാൻ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോറക്സ് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ബെറ്റർ. How was your experience in trading Indian stock market and Profirm? പ്രോഫേംസിൽ ആക്ച്വലി രണ്ടാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയാനുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിന്റെ കംപ്ലീറ്റ് സിനാരിയോസ്, അതുപോലെ തന്നെ കാര്യങ്ങൾ, ട്രേഡിംഗ് സ്റ്റൈൽസ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ചെയ്യുന്നത് കൂടുതൽ ഓപ്ഷൻ ബൈയിങ്, ഓപ്ഷൻ സെല്ലിങ്ങും അങ്ങനെയാണ്. ബൈയും സെല്ലും ഞാൻ ചെയ്യും. ചില ആളുകൾ ഓപ്ഷൻ ബൈയിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, സെല്ലിങ്ങും. ഞാൻ സെല്ലറുമാണ് ബയറുമാണ്. രണ്ടും എനിക്ക് 2 അക്കൗണ്ട്സ് ആണുള്ളത്. ഒന്ന് എൻ്റെ പ്ലഡ്ജഡ് അക്കൗണ്ട്, അതായത് ഷെയറുകൾ ലോങ് ടൈമിലോട്ട് മേടിച്ച് അതിനെ പ്ലഡ്ജ് ചെയ്തിട്ട്
അതിൽ നിന്നും റിട്ടേൺ ഉണ്ടാക്കും, ഈ സെല്ലിങ്ങിലൂടെ റിട്ടേൺ ഉണ്ടാക്കും. അതങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. സോ ആ ഓപ്ഷനിൽ സെല്ല് ചെയ്യും. ചെറിയ അക്കൗണ്ട്സിൽ വലിയ റിസ്ക് ഇല്ലാതെ ബൈസും ചെയ്യാറുണ്ട്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോ ഫേംസിൽ വരുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ റൂൾസ് ഉണ്ട്. ഇപ്പം ബ്രോ പറഞ്ഞ പോലെ റൂളുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളായിട്ട് അതിനെ പഠിക്കണം, നോക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് വോളറ്റൈലിറ്റി എൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റിൻ്റെ ഇപ്പോൾ ഒരു ന്യൂസ് വന്നില്ലേ, അതായത് മാനിപ്പുലേറ്റ് ചെയ്തു, മാർക്കറ്റിനെ മാനിപ്പുലേഷൻ ചെയ്തു, ഫോറക്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയൊരു ബെനിഫിറ്റാണ്. ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് 30% ഫണ്ട് ഇട്ടിട്ട് സ്റ്റോക്കുകളെ പൊക്കി താഴ്ത്തി മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ഇപ്പോൾ ഉള്ള റീറ്റെയിലേഴ്സിൻ്റെ പൈസ ഒക്കെ പോവുക. ഇവിടെയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ, അതായത് ഒരു ദിവസത്തെ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് അറൗണ്ട് എത്ര 6 ട്രില്യൺ 5 to 6 ട്രില്യൺ അല്ലേ. ഇവിടെ അത് അതിന്റെ 1/3 പോലും ഇല്ല ഇന്ത്യൻ മാർക്കറ്റിൽ. അപ്പോൾ ഒരിക്കലും മാനിപ്പുലേഷൻ ഒരിക്കലും കിട്ടില്ല. വോളറ്റിലിറ്റി ഞാൻ പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ യൂറോ USD GBPയിലൊക്കെ കമ്പാരിറ്റീവ്ലി അത്ര ഇതിന്റെ ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ മൂവ്മെന്റിന്റെ വോളറ്റിലിറ്റി ഇല്ല. ഇച്ചിരി സ്മൂത്ത് ആണ്, സ്ലോ ആൻഡ് സ്റ്റഡിയാണ്. എൻട്രീസ് ഒക്കെ കുറച്ചുകൂടെ കറക്റ്റാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ SMC ഒരുപാട് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ICT എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇച്ചിരി ബെറ്റർ ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡെക്സിനേക്കാളും ചെയ്യുന്ന ആൾക്കാർ അതിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബട്ട് എനിക്ക് ഇച്ചിരി ഫോറക്സിൽ SMC ICTസും ബാക്കിയുള്ള ഓർഡർ ഫ്ലോസ് കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായി വർക്ക് ചെയ്യണ പോലെ ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലോട്ട് എന്തായാലും ഡെഫിനറ്റ്ലി ഞാൻ ട്രേഡ് ചെയ്ത് നോക്കും. വരുന്ന ഇയേഴ്സിലെല്ലാം പ്രോ ഫേംസിലും എല്ലാത്തിലും ട്രേഡ് ചെയ്ത് നോക്കും. റിസൾട്ട് എന്തായാലും സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ബെറ്ററാണ്. ഇന്ത്യൻ മാർക്കറ്റ് ആസ് എ പെർസ്പെക്റ്റീവ് വേറെ സ്റ്റൈല് ഓക്കെയാണ്. ഫോറക്സ് ഇച്ചിരി കൂടെ എനിക്ക് എന്താ പറയുക, സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പേ ഔട്ട്സ് എടുക്കാൻ പറ്റുന്ന അത് എടുക്കാൻ പറ്റും ഇഫ് യു ആർ ഫോളോയിങ് കോൺഫിഡൻസ് വി ഹാവ് ഡിസ്കസ്ഡ്. നമ്മൾ പറഞ്ഞത് അല്ല, ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ XNSൽ എനിക്ക് ഓൾറെഡി ഇപ്പോൾ ഈ XNSന്റെ പ്രശ്നം കണ്ടില്ല. XNSൽ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടായിരുന്നു. $1,000 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് അറൗണ്ട് ഞാൻ അയച്ചു തന്നല്ലോ സ്ക്രീൻഷോട്ട്. അറൗണ്ട് ഒരു 60-70% ഒരു കുറച്ച് മന്ത് കൊണ്ട്, ഇപ്പോൾ ഈ 8 months കൊണ്ട് 80% ഞാൻ അപ്പാക്കി. ആസ് എ ഫോറക്സിലെ 80% അപ്പാക്കി പറയുന്നത് സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഈ 45% എന്ന് പറയുന്ന പോലെയല്ല ഫോറക്സിൽ. അതിലെ ട്രേഡേഴ്സ് സിമ്പിളാണ് ഈ പറയുന്നത്. പക്ഷേ ആസ് എ പേഴ്സൺ ഞാൻ എൻ്റെ ക്യാപിറ്റലിൻ്റെ 80% ഞാൻ അപ്പാക്കി എന്ന് പറയുന്നത് എനിക്കൊരു അച്ചീവ്മെൻ്റ് ആണ് അത്. അപ്പോൾ എനിക്ക് ഇച്ചിരി അപ്പോൾ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇച്ചിരി കൂടെ അഡ്വാൻറ്റേജസ് ആയി നിൽക്കുന്ന ഫീൽ ഉണ്ട്. ബട്ട് മെയിനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഫോറക്സിനെ ഇന്ത്യൻ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് ആക്ച്വലി അത്ര സപ്പോർട്ടീവ് അല്ല. അതായത് പ്രോ ഫേംസ് അല്ല ഞാൻ പറയുന്നത്, ലൈവ് അക്കൗണ്ട് ചെയ്യുമ്പോൾ അത്ര സപ്പോർട്ടീവ് അല്ല. അറിയാലോ, നമ്മുടെ റെഗുലേഷൻസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നമ്മുടെ മാർക്കറ്റിനല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ, ഫോറക്സിനെ അങ്ങനെ അധികം സപ്പോർട്ട് ചെയ്യില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ദുബായിലുള്ള ആൾക്കാരാണെങ്കിൽ ഈസ് വെരി ഈസി അല്ലേ. ദുബായിൽ ലോട്ട് ഓഫ് ട്രേഡേഴ്സ് ആർ മൂവിങ് ടു ദുബായ്. This main reason. Indian taxation is pretty heavy. നമുക്ക് 30% ഒക്കെ ടാക്സ് വരുന്നത്. പിന്നെ pro firm taxation is also there. You can't evade tax. So I would recommend personally, അതിൽ എനിക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല, personally hire a CA, get through it and pay tax to whatever you're getting in. I am paying tax for like I've hired a CA. I am paying tax for my last year pro firm income. And just talk like you can't do it, so it's very complicated. So I would recommend എന്തായാലും നമ്മൾ ടാക്സ് അടച്ചിരിക്കണം അല്ലേ, അല്ലാതെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഒരു കാര്യമില്ല, എന്തെങ്കിലും പ്രശ്നമാവും. So I would recommend to get the CA, അവർക്ക് ഫീസ് പേ ചെയ്ത് ഫിഗർ ഔട്ട് ആൻഡ് പേ ദ ടാക്സ്. അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അധികം അല്ലേ, നമ്മുടെ റൂൾസ് കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട്. So that's why most of the traders I know personally, സത്യം പറഞ്ഞാൽ അവര് ഇപ്പോൾ ഗോൾസ് പറഞ്ഞില്ലേ, ഞാൻ ഒന്ന് മിസ് ചെയ്തു. മിസ് ചെയ്തല്ല, എനിക്ക് ആ ഗോൾ ഇല്ല. ചില പേർക്ക് ആ ഗോൾ മൂവിങ് ടു ദുബായ്, മൂവിങ് ടു അബ്രോഡ് അല്ല, ഗോയിങ് ടു ദുബായ് സ്പെസിഫിക്കലി. ദാറ്റ്സ് ദ സീറോ, നോട്ട് ജസ്റ്റ് സീറോ ടാക്സ്, ഇറ്റ്സ് ലൈക്ക് ട്രേഡേഴ്സ് ഹെവൻ. അവർക്ക് ട്രേഡേഴ്സിനായിട്ട് തനിയെ വിസ, ട്രേഡേഴ്സിനായിട്ട് തനിയെ ഒരു എനിക്ക് ഐ എം നോട്ട് ഇൻക്ലൈൻ ടുവേർഡ്സ് ദുബായ് റൈറ്റ് നോ ബിക്കോസ് ഇറ്റ്സ് മൈ പേഴ്സണൽ ചോയ്സ്. എനിക്ക് ഇവിടെ ഇരിക്കുന്നതാണ് കുറച്ചുകൂടി. അങ്ങനെയല്ല, എനിക്ക് എന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പിന്നെ മറ്റവരെ നോക്കണം. ഐ ക്യാൻ റീച്ച് ടു മൈ പാരൻസ് ലൈക്ക് വെൻ ഇറ്റ്സ് നെസസറി.
പിന്നെ ഐ ഹാവ് അനിമൽസ് ആസ് പെറ്റ്സ്. അവരുടെ കാര്യം നോക്കണം. ഐ ഹാവ് എ ഡോഗ് വിച്ച് ബാംഗ്ലൂർ തന്നെ ഹി ഹാസ് ലോട്ട് ഓഫ് സംടൈംസ് ഡ്യൂറിങ് ഹീറ്റ് ആൻഡ് സ്റ്റഫ് ദുബായ് ഇസ് ഗോണ ബി വേഴ്സ് ഫോർ ഹിം. സോ വൺ ഓഫ് ദ മെയിൻ റീസൺ ഞാൻ trying to stay away from that is because of that. Otherwise a lot of people want to move there. നമുക്ക് ടാക്സേഷൻ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണെന്ന് മാത്രം. വിഷ്ണു, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ വൈ ഡു യു തിങ്ക് 90% ഓഫ് traders fail or investors fail in like generally in all the market? ട്രേഡിങ്ങിലോട്ട് വരുന്ന ആൾക്കാർ പലതരം പേഴ്സ്പെക്റ്റീവില് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ചില ആളുകൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ക്വിക്ക് റിച്ച് സ്കീമാണ്, അതാണ് കൂടുതൽ ആളുകളും. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, ട്രേഡിങ് എന്തോ ഇന്ന് പൈസ ഇട്ടാൽ നാളെ എന്തോ പെട്ടെന്ന് എമൗണ്ട്സ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അങ്ങനെയുള്ള കൂടുതൽ ആളുകളും പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ എന്താ പറയുക, നമ്മുടെ സൈക്കോളജി, റിസ്ക് മാനേജ്മെൻറ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പുതിയതായിട്ടുള്ള വരുന്ന ഒരാൾക്ക് ഇതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് പ്രാക്ടീസ് ചെയ്ത് മാർക്കറ്റ് സൈക്കിളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ പ്രോപ്പറായിട്ടൊരു നോളജും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ആ ഒരു 10%ലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ 90% നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബേസിക്കലി ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഒരു സ്റ്റേറ്റസ് സിമ്പിൾ ആണ് 1 CR റീച്ച് ആകുന്നത്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? അത് റീച്ച് ആകാൻ ഇപ്പോഴും പറ്റുമോ? അതിന് സ്റ്റെപ്സ് എന്തൊക്കെ എടുക്കാൻ പറ്റും? ഇപ്പോൾ 1 കോടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ വെച്ചിട്ട് അത്ര വലിയ എമൗണ്ട് അല്ല. ബട്ട് എല്ലാവർക്കും ഇപ്പോഴുള്ള ഒരാളാണ് ഒരു ലാക്സിൽ നിന്ന് ഒരു 1 C ആ രീതിയിലോട്ട് ഒരു ക്രോർപതി എന്നുള്ള രീതിയിലോട്ട് പോകണമെന്ന്. അതിന് ഞാൻ പറയുന്നത് സിമ്പിളായിട്ട് ബെറ്റർ ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ ഏർലി സ്റ്റേജിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. മാർക്കറ്റിൽ തന്നെ ഉള്ള പണ്ട് തൊട്ടേ ഉള്ള ഒരു റൂളാണ്, അതായത് 15-15-15 എന്നുള്ളൊരു പെർസെൻറ്റേജ് ഉള്ളത്. അതായത് 15% CAGR റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ 15 വർഷത്തിന് നമ്മൾ ഒരു 15,000, അത് 15,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരു 15 years മെച്യൂർ ആകുമ്പോൾ ഒരു 1 കോടി രൂപയുടെ മീതെയുള്ള എമൗണ്ട് ആവും എന്നാണ് പറയുന്നത്. ബട്ട് ആസ് ഓഫ് നൗ നമ്മുടെ ഇൻഫ്ലേഷൻസ് കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് എക്സ്പെൻഡിച്ചർ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 1 CR ഒന്നും എവിടെയും ഒരു എത്തില്ല. 15 കൊല്ലം കഴിഞ്ഞിട്ട് 1 കോടി കിട്ടിയിട്ട് എന്താവാനെന്നുള്ള, അപ്പോൾ 15 കൊല്ലം കഴിയുമ്പോഴും വളരെ ചെറിയ എമൗണ്ട് ആവും അത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് അതിലൊരു ഓപ്ഷൻ പറയുന്നത് സ്റ്റെപ്പ് SIPകളാണ്. അതായത് എല്ലാ വർഷവും ഒരു 10-20% 15,000 കൂടെ എല്ലാ വർഷവും ഇൻക്രിമെൻ്റ് ആയി ഇട്ട് കഴിഞ്ഞാൽ ഈ 1 കോടി രൂപ എന്നുള്ളത് തന്നെ എക്സ്പോണൻഷ്യലി ഗ്രോ ആയിട്ട് 1.5 കോടി രൂപ അതിന് മുകളിലോട്ട് കിട്ടാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പ് SIP നമുക്ക് ഗുഡാണ്. സോ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ബോത്ത് സ്റ്റോക്സ് ആസ് വെൽ ആസ് മ്യൂച്വൽ ഫണ്ട്. ഇത് സ്റ്റോക്സിൽ നമുക്ക് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിലും ചെയ്യാം. സ്റ്റോക്സിലാകുമ്പോൾ 15% റിട്ടേൺ, ഒരു സ്റ്റാഗ്നന്റ് റിട്ടേൺ ആണ് 12-15% മ്യൂച്വൽ ഫണ്ടിന്റെ. പക്ഷേ സ്റ്റോക്സിൽ നമുക്കത് പറയാൻ പറ്റില്ല. ലൈക്ക് 15 years ഭാവിയിൽ ആ കമ്പനിയോ സിംഗിൾ കമ്പനി എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കമ്പനീസിൽ അലോക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഒരു കമ്പനി പോയാലും 50 കമ്പനീസിൽ 49 കമ്പനീസ് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ബെറ്റർ ടു സ്റ്റാർട്ട് ഇൻ മ്യൂച്വൽ ഫണ്ട് ഓൺലി. സോ എനിക്കൊരു ടാക്സേഷനിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്കിപ്പോൾ ഫോറക്സ് ഞാൻ ചെയ്ത കാരണം ഐ അണ്ടർസ്റ്റാൻഡ് ദ ടാക്സേഷൻ. ഞാൻ സ്റ്റോക്സ് ചെയ്യുന്നത് എൻ്റെ CA ടേക്ക് കെയർ ചെയ്യും. ദാറ്റ്സ് ഇൻ ദ ലോങ് റൺ. ഞാൻ ഒന്നും ക്യാഷ് ഔട്ട് ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് കീപ് ഓൺ ഇൻവെസ്റ്റിംഗ് തിങ്കിങ് ദാറ്റ് വിൽ ബി മൈ റിട്ടയർമെന്റ് പ്ലാൻ. സോ സിൻസ് യു ട്രേഡിംഗ് ഇൻ സ്റ്റോക്സ്, ഹൗ ഇസ് ടാക്സ്? ഇസ് ഇറ്റ് ബെനിഫിഷ്യൽ ഫോർ യു ഓർ യു ഗൈസ് ഓൾസോ പേ സം ടാക്സ്? സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഡിപ്പെൻസ് ഓൺ നിങ്ങൾ എടുക്കുന്ന ഇതാണ്. അതായത് ഏത് ഇൻട്രാഡേ ആണോ, സ്വിംഗ് ആണോ, ലോങ് ടൈം ആണോ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണോ, ഓരോന്നോരോ ടാക്സ്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ പോലുള്ള ട്രേഡിങ്, അതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ മേടിച്ച് വിൽക്കുന്ന ട്രേഡിങ്ങിനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പെർ ഡേ മേടിച്ച് നമ്മൾ സെല് ചെയ്യുന്ന ട്രേഡിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു 10% ടാക്സ് ഒക്കെയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അതല്ല നമ്മൾ, പക്ഷേ ഇത് നമ്മൾ ലോസ് ആണെങ്കിലും ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും തന്നെ നമുക്കത് ടാക്സിനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ് ടു 5 years വരെ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇല്ല, ഇതിൽ നമുക്ക് അത് കാരണം ഇന്ത്യൻ മാർക്കറ്റാണ്, ഇന്ത്യൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാക്സേഷനിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ് ടു 5 years വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് ഭാവിയിൽ അടുത്ത വർഷം ലോസ് ആണെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട്, അതായത് ഈ വർഷം ലോസ് ആണെങ്കിൽ അടുത്ത വർഷത്തെ പ്രോഫിറ്റിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി എമൗണ്ടിന് ടാക്സ് അടച്ചാൽ മതി. അങ്ങനെയുള്ള ബെനിഫിറ്റ്സും ഉണ്ട്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ കിടക്കുകയാണെങ്കിൽ അതിനും ടാക്സ് 10% അല്ല, പെർസെൻറ്റേജ് എനിക്കിപ്പോൾ ഓർമ്മയില്ല, കുറച്ച് കൂടുതലാണ്. ബട്ട് അതൊരു ബിസിനസ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒരു ബിസിനസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, ടാക്സേഷൻ സ്ലാബിൽ വരുന്നത്. അപ്പോൾ ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ
അതിനായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അതായത് ഇതിലൊരു ലോസ് വരുവാണെങ്കിൽ നമുക്ക് വേറെ ബിസിനസ്സിലൊരു ഇൻകം ഉണ്ട്. അപ്പോൾ ആ ബിസിനസ് ഇൻകം ലെസ് ഇത് കുറച്ചതിന് ശേഷം ബാക്കി എമൗണ്ടിന് ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഇതൊരു ബിസിനസ് ഇൻകമാണ്, ആ ഒരു രീതിക്ക് കണക്കാക്കാം. ബിസിനസ്സിൽ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഇത് ലെസ് ചെയ്യാം. ഈവൻ ബ്രോക്കറേജ് പോലും ടാക്സിൽ അടച്ച് ലെസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ബെനിഫിറ്റുകളുണ്ട്. ഫോറക്സ് മാർക്കറ്റിൽ വരുന്ന ഒരു ബിഗിനർ ഉണ്ടാക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്സ് എന്താണെന്ന് പറയോ? കോമൺ ആയിട്ട് മാർക്കറ്റിൽ വരുന്ന ഒരാള് ബിഗിനറായിട്ട് വരുന്നത് മേ ബി അവര് ഹൈ എക്സ്പെക്ടേഷൻസോടെ വരുന്നതായിരിക്കും. ലൈക്ക് ഫസ്റ്റ് മിസ്റ്റേക്ക് ഇത് എനിക്ക് നാളെ ഇപ്പൊ ഞാൻ 1000 ഇട്ടു, നാളെ എനിക്ക് 4000 ആവും, അത് നടക്കില്ല. അത് ആയിരിക്കും ഫസ്റ്റ് മിസ്റ്റേക്ക്. സെക്കൻഡ് മിസ്റ്റേക്ക്, മാർക്കറ്റ് അവർ വിചാരിക്കും മാർക്കറ്റ് ഞാൻ വിചാരിച്ച പോലെ എപ്പോഴും മൂവ് ആവും. അത് എപ്പോഴും നടക്കില്ല. ഇന്നൊരു മിസ്റ്റേക്ക് പ്രോബബ്ലി നേരെ പഠിക്കാണ്ട് വരുന്ന ആൾക്കാരാണ്. ഹൈ എക്സ്പെക്ടേഷൻ, അതും ഇതാണ്. പിന്നെ അവർ വെൻ ഇറ്റ് കംസ് ടു പ്രോഫേംസ് അവരുടെ മിസ്റ്റേക്സ് വന്ന് എൻട്രീസ്, അവരുടെ സ്റ്റോപ്പ് ലോസ്, ഡെയിലി ലോസ് ലിമിറ്റ്, ഇതൊക്കെ ഒന്നും അവർ നോക്കാണ്ട് വരും. ചുമ്മാ ഞാൻ ട്രേഡ് എടുക്കും. ദേ ഹാവ് വെരി സ്ട്രിക്ട് റൂൾസ്. സോ എല്ലാം ഫോളോ ചെയ്യണം. സോ അത് നമ്മൾ നോക്കി പഠിക്കണം. അത് പിന്നെ ഒരു റൂള് ആരും പറയാത്തത് വന്ന് ഡേ ഷിഫ്റ്റിംഗ് ആണ്. മാർക്കറ്റ് ക്ലോസസ് എവറി ഡേ ആൻഡ് റീഓപ്പൺസ് ആഫ്റ്റർ ലൈക്ക് ഗോൾഡ് അറൌണ്ട് 1 hour. പെയർസിന് ഓൾമോസ്റ്റ് 15 minutes or 13 minutes. എനിക്ക് ടൈം ഞാൻ യൂഷ്വലി ആ ടൈമിൽ ട്രേഡ് ചെയ്യാറില്ല. സോ ഈ ടൈമിൽ ചില പേര് ഹോൾഡ് ചെയ്യും ട്രേഡ്. അപ്പോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. മാർക്കറ്റ് ഷിഫ്റ്റിൽ കമ്മീഷൻ ജാസ്തി ആകും, സ്വാപ്പ് ചാർജസ് ഉണ്ടാവും. ഇത് ഒരു വൺ ഓഫ് ദ കോമൺ മിസ്റ്റേക്ക് ഐ ഹാവ്. ഇതിപ്പോ ഞാൻ പറഞ്ഞു തന്നു, അറിഞ്ഞ് ചില പേര് റൂൾസ് നോക്കി പറയും, ചില പേർക്ക് ആരെങ്കിലും ഗൈഡ് ചെയ്യേണ്ടതായിരിക്കും. സോ ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് മിസ്റ്റേക്ക് ഐ വുഡ് സേ. പിന്നെ അതുപോലെ പറയാനുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണുള്ള സെഷൻസ് അല്ലേ? അപ്പോൾ സെഷൻസിനെ പറ്റി എന്താ പറയാനുള്ളത്? സെഷൻസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ മാർക്കറ്റ്. അപ്പോഴാണ് മാർക്കറ്റ് മൂവ് ആകും, either അപ്പ് ഓർ ഡൗൺ. പക്ഷേ ചില ദിവസം മാർക്കറ്റ് ഇങ്ങനെ മുകളിൽ താഴെ പോയിക്കൊണ്ടിരിക്കും. ബിക്കോസ് ദാറ്റ്സ് കോൾഡ് റേഞ്ചിങ് ഓർ കൺസോൾട്ടേറ്റിംഗ് മാർക്കറ്റ്. സോ എന്തുകൊണ്ട് മൂവെന്ന് വെച്ചാൽ ദർ ഇസ് നോ വോള്യൂം. വാട്ട് മൂവ്സ് ദ മാർക്കറ്റ്? വോള്യൂം വന്നാലേ മാർക്കറ്റ് മൂവ് ആവുള്ളൂ. ഈ വോള്യൂം എവിടെ നിന്ന് വരും? ഡ്യൂറിങ് ദീസ് ട്രേഡിംഗ് സെഷൻസ്. സോ മെയിൻലി 4 ട്രേഡിംഗ് സെഷൻ ഉള്ളത്: സിഡ്നി, ടോക്കിയോ, ലണ്ടൻ ആൻഡ് ന്യൂയോർക്ക്. ഇത് 4ആണ് മെയിൻ. സോ സിഡ്നിയിൽ അതിനെ തകർന്ന പെയർസ് മൂവ് ആവും. ലൈക്ക് AUD പെയർസ് ആണ് മാക്സിമം മൂവ് ആവും. അതിൻ്റെ കൂടെ പെഗ്ഡായ പെയർസ് മൂവ് ആവും. ടോക്കിയോ സെഷനിൽ ഏഷ്യൻ പെയർസ് കുറച്ച് മൂവ് ആവും. JPY അങ്ങനത്തെ പെയർസ് മൂവ് ആവും. നമ്മുടെ മെയിൻ യൂഷ്വലി ഞാൻ ട്രേഡ് ചെയ്യണമെന്ന് വന്ന് ന്യൂയോർക്ക് ഓർ ലണ്ടൻ ഓർ ന്യൂയോർക്ക്. ഇതിലാണ് കുറച്ചും കൂടെ വോള്യൂം ജാസ്തി ഉള്ളത്. എല്ലാത്തിലും വോള്യൂം ഉണ്ടാവും, പക്ഷേ ലണ്ടനിലും ന്യൂയോർക്കിലും ഏറ്റവും ജാസ്തി വോള്യൂം ഉണ്ടാവും. മാർക്കറ്റ് കുറേ മൂവ് ആവും. നമ്മൾക്ക് പിപ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഐഡിയലി. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യണത്, ചില പേർക്ക് ഏഷ്യനെ വർക്കൗട്ട് ആവും. ചില സ്ട്രാറ്റജിയിൽ ഏഷ്യയിൽ മാത്രം ട്രേഡ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ ഈ സെഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ന്യൂയോർക്ക് ചിലപ്പോൾ ഒരു രക്ഷയില്ലാണ്ട് മാർക്കറ്റ് മൂവ് ആവും. ചിലപ്പോൾ 1000, 2000 പിപ്പ് മൂവ് ആവും. മിനിഞ്ഞാന്ന് തൊട്ട് ഗോൾഡ് ഓൾമോസ്റ്റ് 1600 പിപ്പ്. സോ ഒരു ലോട്ടിൽ ആരെങ്കിലും മുകളിൽ സെല്ല് എടുത്തിട്ടുണ്ടെങ്കിൽ ദേ ആർ ഏർണിംഗ് ക്ലോസ് ടു $12,000. സോ പക്ഷേ ഇത് അനലൈസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യാൻ ബെറ്റർ ആണ് ദ ആക്ച്വൽ ട്രേഡർ. എനിക്കറിഞ്ഞ കുറെ പേര് ഇതിൽ പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീക്കിൽ. ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഇപ്പോൾ അറൗണ്ട് ഒരു 6 to 7 ഇയേഴ്സോളമായി ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനീഷ്യലി എല്ലാവരും ചെയ്യുന്ന പോലെ ഈ പറഞ്ഞ നമ്മൾ ഈ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് ട്രേഡ് ചെയ്തിട്ടുണ്ട്, പൈസ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കിട്ടുന്ന പൈസ മുഴുവൻ ട്രേഡ് ചെയ്യും, അത് ഇങ്ങനെ ചെയ്യും. പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ഇല്ല, ട്രേഡിംഗ് സൈക്കോളജി ഇല്ല. ഇതെല്ലാം പൈസ സ്പെൻഡ് ചെയ്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടാണ് ട്രേഡിങ് ആസ് എ കരിയർ പ്രോഫിറ്റബിൾ ആയത്. പ്രോഫിറ്റബിൾ ആയി എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 7 വർഷമായിട്ടുണ്ടെങ്കിൽ 4 വർഷത്തിന് ശേഷമാണ്. 4 വർഷം കണ്ടിന്യൂസ് ലോസാണ് ഞാൻ. 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കവർ ചെയ്ത് വരുന്നത്. അതായത് 5ാമത്തെ വർഷത്തോടാണ് ഞാനിങ്ങനെ കവർ ചെയ്തിട്ട് ഇപ്പോൾ പ്രോഫിറ്റബിൾ ആയി വന്നത്. എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് സൈക്കോളജി കറക്റ്റായിട്ടുണ്ട്. സ്ട്രാറ്റജീസ് നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞാൻ മനസ്സിലാക്കിയത്, എന്നെ സഹായിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിയാണ്. എനിക്ക് ഇതായിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം. അതായത് ഇന്ന് നഷ്ടപ്പെടുത്തിയ പൈസ ഇന്ന് തന്നെ ഉണ്ടാക്കണം. ലോസ് റിക്കവർ ചെയ്യണം. അതൊരു മോശം സ്റ്റൈൽ ഓഫ് ട്രേഡിങ് ആണ്. അതായത് ഇമോഷണൽ പ്രശ്നമാണ് അത് റിക്കവർ ആവാൻ. പക്ഷെ ഒരുപാട് പൈസ കളഞ്ഞു. എന്നിട്ടാണ് മനസ്സിലാക്കിയത് സ്റ്റിക്ക് ടു യുവർ റൂൾസ്. അതായത് പ്രോപ്പർ റൂൾസ് പെർ ഡേ. ഇപ്പോൾ എൻ്റെ വീഡിയോസിൽ തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ സ്റ്റിക്ക് നോട്ട്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ സ്റ്റിക്ക് നോട്ട്സ് അതിൽ പെർ ഡേ എനിക്ക് ഇത്ര ലോസാ പാടുള്ളൂ. അതായത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോസ് ഞാൻ ഫിക്സ് ചെയ്തു.
ഓക്കെ, എന്നിട്ട് ആ ലോസ് ഇപ്പോൾ 10,000 ആണെങ്കിൽ 10,000 പെർ ഡേ ലോസ് എനിക്ക് പാടുള്ളൂ. അതായ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തോളണം, പോയിക്കോളണം. അതാണ് എൻ്റെ ഒരു റൂൾ. അതുപോലെ തന്നെ ഡെയിലി 3 ട്രേഡ്സ്. ഇത് 2 റൂളാക്കി ഞാൻ. ആ ഒരു റൂള് ഞാൻ ഫോളോ ചെയ്തപ്പോൾ എന്താ, എൻ്റെ മൈൻഡ് അതിനോട് അഡാപ്റ്റ് ആയി. ഇപ്പൊ എനിക്ക് 3 ട്രേഡ്സിന് മേലെ എടുക്കണം എന്ന് ആഗ്രഹമില്ല. സോ എപ്പോൾ ട്രേഡ് എടുക്കാലും ആ ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ട്രേഡിനുള്ളിൽ പോകാൻ പാടുള്ളൂ. അപ്പോൾ ദിസ് വിൽ ഹെൽപ്പ് യു ലോട്ട്. ഇപ്പൊ നമുക്ക് ആ നഷ്ടം ഇപ്പൊ 10,000 ഞാൻ റിസ്ക് ചെയ്യാൻ റെഡിയാണ്. പോയി കഴിഞ്ഞാൽ അത് ഓക്കെ, ഞാൻ എനിക്ക് നാളെ ബെറ്റർ കിട്ടും. ഈ അപ്രോച്ചിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതാക്കാം. പിന്നെ കുറച്ച് സിസ്റ്റത്തിൽ കുറച്ച് നല്ല സ്ട്രാറ്റജീസ് കുറച്ച് ബിൽഡ് ചെയ്യാൻ പറ്റി. അത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തു. ബാക്ക് ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ പറഞ്ഞില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യണം. മിനിമം ഒരു 30 to 40% ഒരു 50% വിൻ റേറ്റ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻവെസ്റ്റിംഗ് തന്നെ ബെറ്റർ ആയിട്ട് ഹെൽപ്പ് ചെയ്തു. ഈ ലോസ് എല്ലാം എനിക്ക് കുറേയൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റിയത് ഇൻവെസ്റ്റിംഗ് ആണ്. അതായത് സ്റ്റോക്സിൽ ഞാൻ നല്ല രീതിക്ക് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഈ കോവിഡിന് ശേഷം നല്ലൊരു അപ്പ് ഉണ്ടായി. നിഫ്റ്റി ഒക്കെ 6,000 രീതിയിലേക്ക് വന്നു. ഇപ്പോൾ 26,000 അബോവ് എത്തി. ആ ഒരു ഡിപ്പിൽ ഒരുപാട് ഷെയർസ്, ടാറ്റ മോട്ടോഴ്സ് ഒക്കെ ഒരു 60-70 പർച്ചേസ് ചെയ്യാൻ പറ്റി. അത് ഞാൻ പീക്കിൽ എനിക്ക് ഓൾമോസ്റ്റ് നല്ലൊരു റിട്ടേണിൽ വിൽക്കാനും പറ്റി. അറൗണ്ട് ഒരു 4-5x. അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ ഞാൻ നന്നായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കഴിഞ്ഞ സൈക്കിള് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ എന്നെ കവർ ചെയ്തു. പിന്നെ ട്രേഡിങ്ങിൽ ഇച്ചിരി ബെറ്റർ ആയതുകൊണ്ട് എനിക്ക് ഓവറോൾ ഓക്കെയാണ്. പിന്നെ ഫോറക്സിൽ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജേണി ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ട് ചെയ്തൊരു 8 months ആയിട്ടുള്ളൂ. ഓവറോൾ എനിക്ക് ഓൾറെഡി ഈ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട്സ് പ്രോഫിറ്റബിൾ ആണ്. ഇപ്പോൾ ഫണ്ടഡ് ആയിട്ട് 2 അക്കൗണ്ട് മാസ്റ്റർ ഉണ്ട്. ബട്ട് ഞാൻ അത്ര കാര്യമായിട്ട് അഗ്രസീവായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അഗ്രസീവായിട്ട് ചെയ്യണം, നല്ല ഫണ്ടഡ് ആവണം എന്ന് തന്നെ ആഗ്രഹം. അതിലാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും. അങ്ങനെ. സോ ഇപ്പോൾ പറഞ്ഞില്ലേ 4 കൊല്ലം ടൈം ആയെന്ന്. ഈ 4 കൊല്ലം എനിക്ക് ലൈക്ക് ചിലത് ആലോചിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. സോ ഇതൊക്കെ അവോയ്ഡ് ലൈക്ക് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, ഇത് ഞാൻ ബെറ്ററായി ചെയ്തിരിക്കുക, സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ ബെറ്ററായി നോക്കിയിരിക്കുക. വാട്ട് ഈസ് ഫ്യൂ തിങ്സ് ആലോചിച്ചതിൽ യു കുഡ് ഹാവ് ഡൺ ബെറ്റർ? അതിൽ മെയിനായിട്ട് എനിക്ക് ചെയ്തതെന്ന് വെച്ചെങ്കിൽ, ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ചെയ്തില്ല. അതെൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആയിരുന്നു. വെറും ട്രേഡിങ്ങിൽ മാത്രം പോയി. അതുപോലെ തന്നെ കിട്ടുന്ന പൈസ മുഴുവൻ ട്രേഡിങ്ങിൽ, അതായത് സാലറി ആണെങ്കിൽ സാലറി, എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ബാഡ് മിസ്റ്റേക്സ് ഒരുപാട് ചെയ്തു. അങ്ങനെ ഓൾമോസ്റ്റ് അക്കൗണ്ട്സൊക്കെ കുറേയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയി. ഇടുന്ന പൈസ കുറച്ച് കാലം 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലം പോവും, അത് ബ്രേക്ക് ആവും, പിന്നെ അടുത്ത ക്യാപിറ്റൽ ആഡ് ചെയ്യണം. അങ്ങനെയുള്ളൊരു മിസ്റ്റേക്സ് ചെയ്തു. അതായത് ഇതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫണ്ട് സേഫ് ചെയ്യാതെ ഫുള്ളി എക്സ്പോഷർ 100% എക്സ്പോഷർ ഫണ്ട് ഇട്ട് ചെയ്തു. അതൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. ആദ്യം അവോയ്ഡ് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എന്നെ തന്നെ ക്യാപ്പ് ചെയ്തില്ല. അതായത് ലോസ് ക്യാപ്പ് ചെയ്തില്ല. ഇത്ര % എനിക്ക് ലോസ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയാണ് എനിക്ക് സൈക്കോളജി പ്രശ്നം വരുന്നത് വെച്ചെങ്കിൽ, 10,000 ലോസ് വരുന്നത് ഇന്നത്തെ എൻ്റെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് ഓക്കെ ആയിപ്പോൾ. എനിക്ക് പെർ ഡേ 10,000 ലോസ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ അതൊരു മന്ത്ലി 20,000 രൂപ സാലറി ഉള്ള ആള് ഒരു ദിവസം 10,000 കളയുവാണെങ്കിൽ അവന്റെ സാലറിയുടെ പകുതി ഒരു ദിവസം കൊണ്ടാണ് പോകുന്നത്. പോവാനായിട്ട് മാർക്കറ്റിൽ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുന്ന ടൈമേ വേണ്ടൂ. അപ്പോൾ ആ ഒരു എലമെന്റ് ഞാൻ മാറ്റി വെച്ചു. പിന്നീട് ഞാൻ ഒരുപാട് പേരുടെ നിന്ന് പഠിച്ചു. ഞാൻ എൻ്റെ സെൽഫിൽ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഇതായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അതായത് സെൽഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴും ഞാൻ പെയ്ഡ് കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ AI ടൂൾസ്, ഇപ്പോൾ AI കാര്യങ്ങൾ, അങ്ങനെ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ഒക്കെ, അതിനൊക്കെ ഞാൻ വർക്ക്ഷോപ്പ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എൻ്റെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് ടോപ്പ് ട്രേഡേഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ സുഭാഷിഷ് പാനി, അതുപോലെ PR സുന്ദർ, അങ്ങനെ ഒരുപാട്, ഇപ്പോൾ നമ്മുടെ മലയാളത്തിലെ യൂട്യൂബർ ഷാരിഖ്, പുള്ളിയടക്കം എല്ലാവരുടെ കോഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് എല്ലാവരും പുതിയത് ആരാണോ നല്ല രീതിക്ക് ട്രേഡ് ചെയ്യുന്നത്, പുതിയ മാർക്കറ്റിൽ ആരാ നന്നായി ചെയ്യുന്നത്, അവരെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളൊരിക്കലും ഗ്രേറ്റോ ഗോഡോ ഒന്നുമല്ല. നമ്മളെപ്പോഴും പുതിയ വരുന്ന കാര്യങ്ങൾ പഠിക്കുക ചെയ്യുക. അന്ന് പഠിച്ചില്ല, അതുകൊണ്ട് അതെ, അതുകൊണ്ട് നമ്മളെ മാർക്കറ്റ് നമ്മളെ പഠിപ്പിച്ചു. അത്ര ഇതൊക്കെ ഈ ഒരു കീ പോയിന്റ്സ് ഒക്കെ ഇതായതുകൊണ്ട് ഇപ്പോൾ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ. So what are your future goals? ഫ്യൂച്ചർ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേഴ്സ്പെക്റ്റീവ് ഉണ്ട്.
ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ നല്ല രീതിക്ക് നല്ല സ്റ്റോക്സിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു ഫണ്ട് വെൽത്ത് ജനറേറ്റ് ചെയ്യണമെന്നുണ്ട്. അതല്ലാതെ പേഴ്സണലി എൻ്റെ നോക്കുകയാണെങ്കിൽ എനിക്ക് ട്രേഡിംഗ് എന്നല്ലാതെ എനിക്കൊരു ബിസിനസ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഉണ്ട്. അതല്ലാതെ തന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആഗ്രഹിക്കുന്ന തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇപ്പോൾ റെൻ്റൽ ആയിക്കോട്ടെ, റെൻ്റൽ ഇൻകം, Airbnb അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ സ്റ്റേക്കിങ്സ്, അങ്ങനെയുള്ള പല ഇൻകം ഉണ്ട്. അതുപോലെ കുറച്ചുകൂടെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് ബേസിക്കലി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ വർക്ക് ചെയ്യാതെ നമ്മൾ ഉറങ്ങുമ്പോഴും പൈസ പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ നമ്മൾ എല്ലായിടത്തും പല ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ മന്ത്ലി ഒരു ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന, ഒരു മോശമില്ലാത്ത റിട്ടേൺ കിട്ടുന്ന ഇതിൽ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും ഈവൻ ഭാവിയിൽ ട്രേഡ് ചെയ്തില്ലെങ്കിൽ പോലും നല്ലൊരു വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു വെൽത്ത് ബിൽഡ് ചെയ്യുക. ആ ഒരു ബേസിക്സ് മാത്രമേ ട്രേഡിംഗ് ഇപ്പം സത്യം പറഞ്ഞാൽ ട്രേഡിംഗ് ആർ ജസ്റ്റ് ലൈക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു റീച്ച് ദാറ്റ് ലെവൽ. അതെ, ആ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിൽ നമ്മൾ ആ പൈസ ക്യാപ്ചർ ചെയ്ത് വി ഹാവ് ടു ലുക്ക് ഫോർ വാട്ട് വി. ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്തായാലും ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ. ഇറ്റ് റിക്വയർസ് ഹൈ എമൗണ്ട് ഓഫ് സ്ട്രെസ്. അതെ, അത് ചെയ്യുന്ന ആൾക്കാണ് അത് ഫീൽ ചെയ്യത്തുള്ളൂ. നമ്മൾ അത്രയും നമ്മളും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ്, ബാങ്ക്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. നമ്മുടെ കയ്യിൽ എത്ര ഫണ്ടിങ് ഉള്ളത്, അവരുടെ അവർ എത്ര ഫണ്ടിങ് ഉള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സോ നമ്മൾ അവരെ കോമ്പറ്റ് ചെയ്യുന്നത്. സോ പിന്നെ നമ്മളെന്താ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ തന്നെ ഒറ്റ ഒരാൾ ട്രേഡ് ചെയ്യുമല്ലേ. അതായത് അപ്പോൾ ആ ഫോക്കസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, നഷ്ടം വരുമ്പോൾ നമുക്ക് റിയൽ മണിയെ ലൂസ് ചെയ്യുന്ന ആ ഒരു ടെൻഷൻ, അതിനൊക്കെ മാനേജ് ചെയ്യാൻ സ്ട്രെസ് ഉണ്ട്. സോ ഈ സ്ട്രെസ് ഒന്നും ഇല്ലാതെ നമുക്ക് ട്രേഡിങ്ങോ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയൊക്കെ തന്നെയുള്ളൂ ബേസിക് ഫണ്ടമെന്റൽസ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ബ്രോ, താങ്ക്സ് ഫോർ ജോയിനിങ് ആൻഡ് ഷെയറിങ് യുവർ ഇൻസൈറ്റ്സ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫോറക്സിനെ പറ്റി, ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒരുപാട് ട്രേഡേഴ്സ് ഇത് കേൾക്കുന്നുണ്ടാവും, ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആഗ്രഹമുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഒരുപാട് അറിവുകൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭാവിയിൽ ഇനി നമുക്കിതുപോലുള്ള പോഡ്കാസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ആദ്യം ലൈക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന്, ആദ്യം ഇൻവൈറ്റ് ചെയ്തതിന്. ആൻഡ് ഈ പോഡ്കാസ്റ്റിലൂടെ ഐ ഹോപ്പ് സം പീപ്പിൾ ഹാവ് സം ക്ലിയർ ഇൻസൈറ്റ്സ്. കുറച്ച് ദേ ക്യാൻ പ്ലാൻ ദെയർ ഫ്യൂച്ചർ, ലൈക്ക് ഹൗ ടു ട്രേഡ് ഓർ പ്രോഫോം ഓർ എനി അതർ തിങ്. കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിലും കുറച്ച് ഹെൽപ്പ് കിട്ടിയ പോലെ ആയിക്കോട്ടെ. ആൻഡ് ഐ വുഡ് ബി happy to more podcast future which is related to beneficial to other people. Thank you. അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ട്രേഡിംഗ് റിലേറ്റഡ് പോഡ്കാസ്റ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.